ഹലോ ഗൈസ്, അഗൈൻ ചാമ്പ്യൻസ് ഓഫ് കോപ്പ അമേരിക്ക അർജന്റീന. യെസ്, അർജന്റീന വീണ്ടും കോപ്പ അമേരിക്ക കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നു. തുടർച്ചയായ രണ്ടാം തവണയും അർജന്റീന തന്നെ കോപ്പ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു. യെസ്, ഇത് ചരിത്രമാണ്. ഇപ്പോൾ കോപ്പ ചരിത്രത്തിൽ ഏറ്റവും അധികം കിരീടങ്ങൾ നേടിയിട്ടുള്ള ടീമായി അർജന്റീന മാറിയിരിക്കുന്നു. അത് ശരിയാണ്, ഇത്രയും നാളുകൾ അത് അർജന്റീനയും ഉറുഗ്വേയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു വമ്പൻ നേട്ടം അർജന്റീന ഒറ്റക്ക് സ്വന്തമാക്കിയിട്ടുണ്ട്. അതെ, ഇന്ന് എക്സ്ട്രാ ടൈം വരെ നീണ്ടിരുന്ന മത്സരത്തിൽ 1-0 എന്ന സ്കോറിനാണ് മത്സരം അവസാനിക്കുന്നത്. അർജന്റീനയുടെ 16ാമത്തെ കോപ്പ അമേരിക്ക കിരീടം കൂടിയാണിത്. നമുക്കറിയാം, ഇന്ന് സുരക്ഷാ കാരണങ്ങളിലൊക്കെ ഏറെ വീഴ്ച വന്നുകൊണ്ടെന്ന് മത്സരം ഏറെ വൈകിയായിരുന്നു ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. കളിയുടെ ആദ്യ പകുതിയിൽ ഇരു ടീമുകളും നല്ല ഫുട്ബോൾ തന്നെയാണ് കളിച്ചിട്ടുള്ളതെങ്കിൽ കൂടി ഗോളുകളൊന്നും പിറന്നില്ല. കൊളംബിയ ആയിരുന്നു ആദ്യ പകുതിയിൽ കൂടുതൽ മികച്ചു നിന്നത് എന്ന് നിസ്സംശയം പറയാൻ പറ്റും. കാരണം ബോൾ പൊസിഷനൊക്കെ അവർ തന്നെയായിരുന്നു കൂടുതൽ മികവ് പുലർത്തിയിട്ടുണ്ടായിരുന്നത്. കളിയുടെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ലയണൽ മെസ്സി പരിക്കിനോട് പൊരുതേണ്ടി വരുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫിൽ ലിയോ മെസ്സി 66-ാം മിനിറ്റിൽ പരിക്ക് കാരണം കളം വിടുന്നു. നമ്മൾ കണ്ടതാണ് മെസ്സിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടപ്പോൾ പിന്നീട് അദ്ദേഹം ബെഞ്ചിലിരുന്ന് പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളൊക്കെ ഏറെ വേദനാജനകമായിരുന്നു. ഏതായാലും കളി തുടർന്നു. 75-ാം മിനിറ്റിൽ നിക്കോ ഗോൺസാലസ് അർജന്റീനയ്ക്കായി ഗോൾ കണ്ടെത്തുന്നു. പക്ഷേ അതപ്പോൾ തന്നെ ഓഫ് സൈഡായിട്ട് വിധി വരികയും ചെയ്തു. നിശ്ചിത സമയത്ത് ഗോളുകളൊന്നും പിറന്നില്ല. കളി എക്സ്ട്രാ ടൈമിലേക്ക്. എക്സ്ട്രാ ടൈമിൽ അർജന്റീനയ്ക്കായി രക്ഷകനെ അവതരിച്ചു ലൗട്ടാരോ മാർട്ടിനസ്. അതെ, ലൗട്ടാരോ തന്നെയാണ് അർജന്റീനയുടെ വിജയശില്പിയായി മാറിയതും. കളിയുടെ 112-ാം മിനിറ്റിലാണ് അർജന്റീനയുടെ ആ ഒരു വിജയ ഗോൾ പിറക്കുന്നത്. ലോ സെൽസോയുടെ പാസ് സ്വീകരിച്ച ശേഷമായിരുന്നു ലൗട്ടാരോയുടെ കിടിലൻ ഫിനിഷിംഗിലൂടെ ആ ഒരു ഗോൾ വന്നതും. തീർച്ചയായും കൊളംബിയ മികച്ച രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു ടൂർണമെന്റിലുടനീളം അവർ ഗംഭീര പ്രകടനമാണല്ലോ നടത്തിയിട്ടുള്ളതും. ഈ ഒരു ഫൈനലിലും അവരൊട്ടും മോശമാക്കിയിട്ടൊന്നുമില്ല. പക്ഷേ ഇത് ഫൈനലാണ്, നമുക്കറിയാം ഏതെങ്കിലും ഒരു ടീം വിജയിച്ചേ പറ്റൂ. യെസ്, ആ ഒരു വിജയം നേടിയെടുത്തിരിക്കുന്നു അർജന്റീനയുടെ ചുണക്കുട്ടികൾ. നമുക്കറിയാം കൊളംബിയ കഴിഞ്ഞ 2.5 വർഷങ്ങളായിട്ട് തോൽവി അറിയാത്ത കുതിപ്പിലുള്ള ടീമാണ്. അവരവസാനമായിട്ട് തോറ്റതും അർജന്റീനയോട് തന്നെയായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും 2.5 വർഷങ്ങൾക്ക് ശേഷം അവരിതാ അർജന്റീനയോട് തന്നെ വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നു. കോപ്പ അമേരിക്ക ഫൈനലിൽ തോറ്റിരിക്കുന്നു. അർജന്റീന ടീമിന്റെ ജേണി നോക്കുകയാണെങ്കിൽ എന്തൊരു യാത്രയാണത്. നമുക്കറിയാം ഏറെ വർഷങ്ങളായിട്ട് ഒരു കിരീടമില്ലാതെ കിരീട വരൾച്ചയിൽ നിന്ന ടീമാണ്. ഇപ്പോൾ കിരീടങ്ങൾ കൊണ്ട് അഴിഞ്ഞാടുകയാണ് ഈ ഒരു ടീം. നിലവിലെ ലോക ചാമ്പ്യന്മാരാണ്, നിലവിലെ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരാണ്. വീണ്ടും ഇതാ കോപ്പ അമേരിക്ക കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നു ലയണൽ മെസ്സിയും സംഘവും. ഡെഫിനറ്റ്ലി ലയണൽ സ്കലോണി നടത്തിയിട്ടുള്ള ചില തീരുമാനങ്ങൾ, അദ്ദേഹത്തിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ വളരെയധികം മികച്ചു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതും ഈ ഒരു കളിയിൽ വളരെ നിർണായകമാണ്. അതേപോലെ തന്നെ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഗെയിം ബൈ ദിസ് ടു അൺറിയൽ ക്രിസ്റ്റ്യൻ റൊമേറോ ആൻഡ് ലിസാൻഡ്രോ മാർട്ടിനസ്. ഈ രണ്ട് ചങ്ങായിമാരുടെയും പ്രകടനം എടുത്തു പറയണം. ദ റിയൽ ബെസ്റ്റ് സെന്റർ ബാക്ക് ഡുവോ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാലും ഏറിപ്പോകുന്നില്ല. അത്ര മികച്ച പ്രകടനമാണ് ഈ രണ്ട് ചങ്ങായിമാരും കൂടി നടത്തുന്നത്. എന്തായാലും ലയണൽ മെസ്സിയുടെ കീഴിൽ അർജന്റീന വീണ്ടും ഒരു കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നു. ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കണേ. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.